നമസ്കാരം. ശ്രേഷ്ഠ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അക്ഷരമാല തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. അത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ വീഡിയോസ് ആക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ 2 പ്രാവശ്യം കേൾക്കുകയും അതുപോലെ തന്നെ പരിശീലിക്കണം. എഴുതി പരിശീലിക്കേണ്ടവ എഴുതുകയും ചെയ്ത് പഠിച്ചാൽ ഇത് ശരിയായ രീതിയിലൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും കഴിയും എന്നത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. മലയാള അക്ഷരമാല സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ എന്നിങ്ങനെ 2ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ സ്വരാക്ഷരങ്ങൾ 15, വ്യഞ്ജനാക്ഷരങ്ങൾ 36, അങ്ങനെ രണ്ടും കൂടെ 51 അക്ഷരങ്ങളാണ് മലയാള അക്ഷരമാലയിൽ ഇപ്പോൾ നിലവിലുള്ളത് എന്ന് പറയാം. അതിൽ തന്നെ അങ്ങനെ പറയുമ്പോഴും നമുക്കൊരു കാര്യം നോക്കണം. സ്വരാക്ഷരങ്ങൾ അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഓ, ഔ, അം, അ. ഇത്രയും അക്ഷരങ്ങളാണ് ഉള്ളത്. ഇതിൽ അം, അ എന്നുള്ള അക്ഷരങ്ങൾ നിങ്ങൾ ഇപ്പോഴത്തെ 1ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി അക്ഷരമാലയിൽ നോക്കിയാൽ ഔ വരെ കാണാൻ സാധിക്കുള്ളൂ. ഈ അം, അ കാണുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? അതറിയുന്നവർ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് അറ്റ് പ്രസൻറ്റ് 15 ഇല്ല അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ 13 എണ്ണമാണ്, 2 എണ്ണം പോയിട്ട്. അപ്പോൾ 13, 36, 49 അക്ഷരങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞ മലയാള അക്ഷരമാലയിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾക്ക് പറയാനുള്ളത്. ഇനി സ്വരങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി.